ഒരു മിനിറ്റിൽ ഒരു തലശ്ശേരി ദം ബിരിയാണീൻ്റെ വീഡിയോ കണ്ടാലോ? തലശ്ശേരി ദം ബിരിയാണി പ്രോപ്പറായിട്ട് ഇങ്ങനെയാണോ ഉണ്ടാക്കുക എന്നറിയില്ല. എന്നാൽ എൻ്റെ ഒരു വേർഷൻ ഓഫ് തലശ്ശേരി ദം ബിരിയാണിയാണ്. ആദ്യം തന്നെ ചിക്കൻ നമ്മൾ പൊരിച്ചെടുക്കുകയാണ് ഇതിലേക്ക് വേണ്ടിയിട്ട്. മുളക് പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് ഗരം മസാലയും കോൺഫ്ലവർ പൊടിയും ഇട്ടിട്ട് ചിക്കൻ നല്ല രീതിക്ക് മാഗ്നേറ്റ് ചെയ്തെടുക്കുക. ഈ ഒരു ഫ്രൈഡ് ചിക്കൻ തന്നെയാണ് ഈ ഒരു ബിരിയാണീനെ സ്പെഷ്യലാക്കുന്നത്. ശേഷം ബിരിയാണിയിലേക്ക് വേണ്ട മസാല ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. ആവശ്യത്തിന് ഉള്ളി എടുത്തിട്ടൊരു പാത്രത്തിലിട്ട് ഉപ്പും ചേർത്ത് നല്ല രീതിക്ക് വഴറ്റുക. ഉള്ളി വഴന്ന് ഏകദേശം ഈ ഒരു പരുവത്തിലേക്കാവണം. ഉള്ളി എത്രത്തോളം വഴറ്റിയെടുക്കുന്നോ അത്രത്തോളം ബിരിയാണീൻ്റെ ടേസ്റ്റ് കൂടും. എന്നിട്ട് ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചതച്ചിട്ട് അതും കൂടെ ചേർത്ത് ഉള്ളി നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് തക്കാളിയും കൂടെ ചേർക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടിയും ബിരിയാണി മസാലയും ഗരം മസാലയും കൂടെ ചേർത്തിട്ട് നല്ല രീതിക്ക് ആവിയിൽ വേവിച്ചെടുക്കുക. പുളിക്ക് വേണ്ടിയിട്ട് അല്പം തൈരും കൂടെ ചേർത്ത് കൊടുക്കുക. ശേഷം നമ്മൾ നേരത്തെ മാഗ്നേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ പൊരിച്ചിട്ട് അതും കൂടെ മിക്സ് ചെയ്യുക. പിന്നെ നമ്മൾ ഇതിനെ സ്പെഷ്യലാക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മൾ ഉള്ളി പൊരിച്ചിട്ട് അത് പൊടിച്ചിട്ട് ഇതിൽ ചേർത്ത് കൊടുക്കുക. അത് ഈ മസാലേനെ കുറച്ചും കൂടെ സ്പെഷ്യലാക്കും. പിന്നെ നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കി അതും കൂടെ ഇതിൻ്റെ മേലേക്ക് ലെയർ ചെയ്തിട്ട് ദം ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുക. ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിലുണ്ട്. നെയ്ച്ചോറ് ഉണ്ടാക്കുന്ന വീഡിയോസൊക്കെ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ദമ്മും കൂടെ ചെയ്തിട്ട് ഒരു അരമണിക്കൂർ ദമ്മിൽ വെച്ചാൽ ബിരിയാണി നല്ല അടിപൊളിയായിട്ട് നമുക്ക് സെറ്റാക്കി എടുക്കാം. ശേഷം നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും പിന്നെ പുതിനയിലൊക്കെ വെച്ച് മാഗ്നേറ്റ് ചെയ്ത് കൊടുക്കുക. കുറച്ച് കളറിന് വേണ്ടിയിട്ട് വെള്ളത്തിൽ മഞ്ഞൾപ്പൊടി കൂടെ കലക്കിയിട്ട് മേലെ മാഗ്നേഷൻ കംപ്ലീറ്റ് ചെയ്തെടുക്കാം.